നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റോഡ്രിഗോയുടെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അദ്ദേഹം റയൽ മാഡ്രിഡിൽ തുടരുമോ ഇല്ലയോ? നമ്മൾ റയലിൻ്റെ കാര്യത്തിൽ ഏറ്റവും അധികം ക്രെഡിബിളായിട്ട് എടുക്കാവുന്ന മാധ്യമം മാർക്കയാണല്ലോ, മാഡ്രിഡിൽ നിന്നുള്ള മാർക്ക. അവർ റോഡ്രിഗോയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് റോഡ്രിഗോ ഇൻ നോ മാൻസ് ലാൻഡ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഭാവി എന്താണ് എന്ന് അൺനോണാണ്. ആളിപ്പോൾ വെക്കേഷനിലാണുള്ളത്. ഓഗസ്റ്റ് 4 റോഡ്രിഗോ തിരികെ എത്തും, വാൽഡോബാസിലെത്തും. അവിടെ സാബി അലോൺസോയോടും തൻ്റെ ടീംമേറ്റ്സിനോടും അദ്ദേഹം റീയുണൈറ്റ് ചെയ്യും. ആ ദിവസം ഒരു സ്പെഷ്യൽ ഡേറ്റാണ് എന്ന് പറഞ്ഞാൽ, അന്നത്തെ ദിവസം ഓഗസ്റ്റ് 4 എത്തുമ്പോൾ റോഡ്രിഗോ റയൽ മാഡ്രിഡിനായിട്ട് ഗോളടിച്ചിട്ട് കൃത്യം 5 മാസം കഴിഞ്ഞിരിക്കും. 153 മത്സരങ്ങൾ വിതൗട്ട് സെലിബ്രേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഫുട്ബോളിൽ അതൊരു നീണ്ട കാലയളവാണ്. ഗോളടിച്ച് അദ്ദേഹം ആഘോഷിച്ചിട്ട് കൃത്യമായിട്ട് 5 മാസങ്ങൾ കഴിഞ്ഞിരിക്കും. മോഡേൺ ഫുട്ബോളിൽ നമ്മൾ പറഞ്ഞല്ലോ, ഇത് ഒരു വലിയ കാലയളവാണ്. നോക്കുക, റൂമറുകൾ വലിയ രൂപത്തിൽ കാട്ടുതീ പോലെ പടരും. അതിന് വലിയ സമയമൊന്നും വേണ്ട. ഇപ്പോൾ റീസെൻറ്റ് വീക്സിൽ നമുക്കറിയാം, റോഡ്രിഗോയെ പല ക്ലബ്ബുകളിലേക്കും കൊണ്ടുപോകുന്ന ട്രാൻസ്ഫർ റൂമറുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും ലിവർപൂളിൻ്റെ പേരാണ് പറഞ്ഞു കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ തൻ്റെ ഭാവി എന്താണ് എന്ന് ഫൈനലൈസ് ചെയ്യാനുള്ള അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് റോഡ്രിഗോ. ഇപ്പോൾ ലഭ്യമാവുന്ന പല സോഴ്സുകളിലും ഉള്ളത്, റയൽ മാഡ്രിഡ് റോഡ്രിഗോയെ വിൽക്കാൻ ഒരുക്കമാണ്, ദേ ആർ ഓപ്പൺ. പക്ഷേ ഫൈനൽ തീരുമാനമെടുക്കേണ്ടത് റോഡ്രിഗോയാണ്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അധികമൊന്നും വിദൂരമല്ലാത്തൊരു പാസ്റ്റിൽ, ഒരു കഴിഞ്ഞ കാലത്ത് റോഡ്രിഗോ എന്ന് പറഞ്ഞാൽ ബിഗ് നൈറ്റുകളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നവൻ എന്നതായിരുന്നു. ബിഗ് നൈറ്റുകളിൽ ഇമ്പാക്റ്റിൻ്റെ പര്യായമായിരുന്നു റോഡ്രിഗോ. സിറ്റിക്കെതിരെ ചാമ്പ്യൻസ് ലീഗിലുള്ള ബ്രൈസ് ഒന്ന് നോക്കുക, അതൊരു ഗുഡ് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റയൽ നൈറ്റിൽ അവസാന ഗോളും ചാമ്പ്യൻസ് ലീഗിലാണ് വന്നത്, അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ. അതിനുശേഷം ബ്രസീലിയൻ താരം അങ്ങ് ഫെയ്ഡായി പോകുന്ന, മങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് ലീഗ് സീസണിൻ്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആബ്സെൻസ്, അത് അദ്ദേഹത്തിന് ടീമിലുള്ള ഒരു ആധിപത്യം, അല്ലെങ്കിൽ ടീമിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന പ്രാധാന്യം കുറക്കാൻ കാരണമായി. സാബിയുടെ കീഴിലെത്തുമ്പോഴും കാര്യങ്ങളിൽ മാറ്റമുണ്ടായില്ല. ക്ലബ്ബ് വേൾഡ് കപ്പിൽ സപ്പോർട്ടിംഗ് പ്ലെയറായിട്ടാണ് സാബി അദ്ദേഹത്തെ ഉപയോഗിച്ചത്. ആകെ അദ്ദേഹം 101 മിനിറ്റുകളാണ് അക്രോസ് 3 മാച്ചസ് അദ്ദേഹം കളിച്ചത്. വസ്തുതകൾ കള്ളം പറയില്ലല്ലോ. സാബി ഈ ടൂർണമെൻറ്റ് തുടക്കത്തിൽ പറഞ്ഞത് റോഡ്രിഗോ ഈസ് ഗോയിങ് ടു ബി ഇമ്പോർട്ടൻ്റ് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. അൽ ഹിലാലിനെതിരെ ഫസ്റ്റ് മത്സരത്തിൽ അദ്ദേഹം സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഉണ്ടായിരുന്നു. ആഫ്റ്റർ വേർഡ്സ് ഗോൺസാലോയുടെ ഒരു ഷാഡോ ആയിട്ട് മാത്രം റോഡ്രിഗോ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത് തൻ്റെ സ്റ്റാർട്ടിംഗ് 11 സ്ഥാനം നഷ്ടമായതിനോടൊപ്പം സ്വാഭാവികമായിട്ടും താരത്തിൻ്റെ മാർക്കറ്റിലെ വാല്യൂവും കുറയുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ കണക്കനുസരിച്ച് ഒരു വർഷം കൊണ്ട് 110 മില്യൺ യൂറോ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ വാല്യൂ 90 മില്യൺ യൂറോ ആയിട്ട് കുറഞ്ഞു. 20 മില്യൺ യൂറോയുടെ ഒരു ഇടിവ്. ഈ ഒരു വാല്യൂവിലെ കുറവ് തീർച്ചയായിട്ടും ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. 2023-24 സീസണിൽ റോഡ്രിഗോ ടോപ്പ് 5 ലീഗിലെ ഗോളടിച്ച സ്ട്രൈക്കർമാരുടെ റാങ്കിൽ 36-ാമതുണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ സീസണിൽ അത് 118-ാം സ്ഥാനത്താണ്. ഈ നമ്പറുകൾക്കൊക്കെ അപ്പുറം അദ്ദേഹത്തിന് ആ ഒരു ഹങ്കർ നഷ്ടമായി എന്നുള്ള വിലയിരുത്തൽ കൂടി മാർക്ക നടത്തുന്നുണ്ട്. അതൊരിക്കലും റയൽ മാഡ്രിഡ് DNA-യിൽ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. എപ്പോഴും ആ ഒരു പുതിയ നേട്ടങ്ങളിലേക്ക് പോകാനുള്ളൊരു ഹങ്കർ അവിടെ വളരെയധികം നിർബന്ധമാണ്. സാബി അലോൺസോയുടെ പുതിയ ടീമിൽ അദ്ദേഹത്തിന് സ്ഥാനം ഉറപ്പിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പ്രൂവ് ചെയ്യേണ്ടതുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇനി തീരുമാനിക്കേണ്ടത് റോഡ്രിഗോയാണ്. അദ്ദേഹത്തിന് അവിടെ തുടരണമോ വേണ്ടയോ എന്നുള്ള ഫൈനൽ തീരുമാനം റോഡ്രിഗോയിൽ നിന്നാണ് വരേണ്ടത്. അദ്ദേഹം ഇൻ നോമാൻസ് ലാൻഡ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹവും കൺഫ്യൂഷനിലാണ്. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ റയലിൽ തുടരണമെന്നാണ് ആഗ്രഹം. അത് ബ്രസീലിയൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റയലിൽ തുടരണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു ഉറപ്പുമില്ല അദ്ദേഹത്തിന് സ്റ്റാർട്ടിംഗ് 11 സ്ഥാനമുണ്ടാകുമെന്ന്. അങ്ങനെ സംഭവിച്ചാൽ സ്റ്റാർട്ടിംഗ് 11 അദ്ദേഹത്തിൻ്റെ സ്ഥാനം നഷ്ടമായാൽ അടുത്ത വേൾഡ് കപ്പ് ഇതാ ഒരു വർഷത്തിന് മാത്രം അകലെയാണ്. ഒരു വർഷവുമില്ല യഥാർത്ഥത്തിൽ.
അപ്പോൾ ബ്രസീലിയൻ കോച്ച് കാർലോ ആഞ്ചലോട്ടി ഫസ്റ്റ് 11 സ്ഥാനമില്ലാത്തൊരു കളിക്കാരന് വേൾഡ് കപ്പ് സ്ക്വാഡിൽ എത്രത്തോളം സ്ഥാനം കൊടുക്കും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ആ കാര്യത്തിൽ റോഡ്രിഗോക്ക് സംശയമുണ്ട്. പ്ലേയിങ് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ക്രൂഷ്യൽ ടൈമിലെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാത്ത നോമാൻസ് ലാൻഡിൽ റോഡ്രിഗോ നിൽക്കുമ്പോൾ വരും ദിവസങ്ങൾ അതിനിർണായകമാണ്. പുറത്തേക്കുള്ള വഴി തുറന്ന് കിടപ്പാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.